എൻ്റെ പേര് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അനീഷ് എന്നാണ്. വൈക്കത്തിനടുത്ത്, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വൈക്കത്തിനടുത്ത് തലയോലപ്പുറമ്പാണ് എൻ്റെ സ്വദേശം. ഞാനൊരു പെന്റിക്കോസ്റ്റൽ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. കൊച്ചുപ്രായത്തിൽ സൺഡേ സ്കൂളൊക്കെ പഠിച്ചു. വലുതായതിനു ശേഷം 2 ബൈബിൾ കോളേജുകളിലായി ദൈവത്തിൻ്റെ വചനം പഠിച്ചു. 2002 ഒരു സഭയുടെ ശുശ്രൂഷകനായി പ്രവേശിച്ചത്. കൊച്ചുപ്രായം മുതൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകി. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായ ദൈവമാണ്. ദൈവവചന ചിന്തകളിലേക്കും കർത്താവിൻ്റെ ആലോചനകളിലേക്കും പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായം 12-13 വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിക്കുക. അടുത്ത വാക്യം. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. മതി. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അന്യഭാഷ പറയാത്തവരാണെങ്കിൽ അന്യഭാഷ ലഭ്യമാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം കൊടുക്കുന്ന ദാനങ്ങൾ നാം പ്രാപിക്കുന്നവരായി മാറണം. കൃപാവരങ്ങളെക്കുറിച്ചും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 12 അധ്യായം 8, 9, 10 വാക്യങ്ങൾ കൃപാവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെയും കൃപാവരങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ടൊരു 9 കൃപാവരം നമുക്കവിടെ കാണാൻ പറ്റും. ഒരേ ആത്മാവ് വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുകയാണ്. ഒരേ ആത്മാവ് വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിക്കുകയാണ്. ഇത് കൃപായുഗമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. ആത്മാവിൽ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ നിലയിൽ തൻ്റെ ആത്മാവ് ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി മാറണം. നമ്മുടെ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയമാണ് നമുക്കിവിടെയുള്ളത്. അത് നാം വിശ്വസ്തയോടുകൂടി വേല ചെയ്യുന്നവരായി മാറണം. നാം നേടിയെടുത്തതിനെ കുറിച്ച് സന്തോഷിക്കാൻ നമുക്കൊരു നിത്യത മുഴുവൻ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷേ നേടിയെടുക്കാൻ 70-80 വയസ്സ് മാത്രമേ ഇവിടെ നമുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടേണ്ടവരാണ് ഞാനും നിങ്ങളും. ആത്മാവിൽ മടിയുള്ളവരായി തീരരുത്, പുറകോട്ട് നിൽക്കരുത്. ദൈവം നൽകുന്ന ആയുസ്സിൽ ശക്തിയോടെ ദൈവപ്രവൃത്തി ചെയ്യുന്നവരാകണം. സർ CP രാമസ്വാമി ഇവിടെയൊക്കെ കാലഘട്ടം, കേരളത്തിൽ വാഴ്ച നടത്തുന്ന കാലഘട്ടം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബിഗിനിങ് സ്റ്റേജാണ്. തിരുവനന്തപുരത്ത് പാറശാലയിൽ രാഘവൻ പിള്ള എന്ന് പറയുന്നൊരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ സ്വന്തം പാർട്ടിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. തൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായില്ല, അവരുടെ വീട്ടുകാർക്കും അത് ഇഷ്ടമായില്ല. അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പാറശാലയിൽ റോഡിൻ്റെ സൈഡിൽ ഒരു കൊച്ചു വീട് വെച്ച്, ഒരു കുട്ടിപ്പര വെച്ച് ഇവരവിടെ താമസം ആരംഭിച്ചു. അവരവിടെ ചില വർഷങ്ങൾ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമായി ആ മനുഷ്യൻ ഇറങ്ങി പുറപ്പെടും. ഒരു ദിവസം ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ടുപോയി
ഇട്ടു. ആ സമയം അവർക്കൊരു 3 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, ഒരു 6 മാസമുള്ള ഒരു കുഞ്ഞുണ്ട്. ഈ 2 കുഞ്ഞുങ്ങളെയും ആ സഹോദരി വാരിയെടുത്തുകൊണ്ട് ആരോ പറഞ്ഞു കൊടുത്തു, ട്രിവാൻഡ്രത്ത് വൈസ്രോയുടെ അരികിൽ പോയി നീ സംസാരിക്കുകയാണെങ്കിൽ ഒരു വിടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേട്ട്, അവിടം വരെ പോകാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെ എടുത്ത് ഒക്കത്ത് വെച്ച് ആ സഹോദരി പാറശാലയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഏകദേശം 10-30 കിലോമീറ്റർ നടന്ന് വൈസ്രോയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി അലമുറയിട്ട് കരയാൻ തുടങ്ങി. വാച്ച്മാൻ ആ സഹോദരി അകത്തേക്ക് കയറ്റിവിടാൻ മടി കാണിച്ചു. എങ്കിലും ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിന്ന് കരയുന്നത് അദ്ദേഹം അകത്ത് നിന്ന് കണ്ടു, വിളിച്ചു വരുത്തി. തമിഴും മലയാളവും കൂടെ ഇടകലർന്ന ഈ ഭാഷ ഈ സഹോദരി സംസാരിക്കുന്നത് കൊണ്ട് ട്രാൻസ്ലേഷന് വേണ്ടി ആളെ വെച്ചു അദ്ദേഹത്തിനത് പറഞ്ഞു കൊടുത്തു. അവൾ പറഞ്ഞു, എനിക്ക് വേറെ ആരുമില്ല, ആ മനുഷ്യനല്ലാതെ എനിക്ക് മറ്റാരുമില്ല. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വൈസ്രോയി ഒരു ലെറ്റർ എഴുതി തൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, പൂജപ്പുര സെൻട്രൽ ജയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചില്ല, ഏത് മുകളാണ്? ഒരു മുടവൻ മുകൾ. പോകുന്ന വഴിക്ക് മുടവൻ മുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലെറ്റർ കൊണ്ടുപോയ മനുഷ്യൻ്റെ വീട്. അദ്ദേഹം ആ വീട്ടിലൊന്ന് കയറി. വീട്ടിൽ കയറിയപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായി, ആഹാരമൊക്കെ വിളമ്പി, മക്കൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. അദ്ദേഹം സെൻട്രൽ ജയിലിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ പോകാൻ പറ്റുകയില്ല, അപ്പച്ചൻ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് പിള്ളേർ കയറി പിടിച്ചു. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹവും അവിടെ ഉറങ്ങിപ്പോയി. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് ലെറ്ററിൻ്റെ കാര്യം ഓർത്തു. ഈ സഹോദരിയോട് വൈസ്രോയി പറഞ്ഞിരുന്നു, നീയും നിന്റെ കുഞ്ഞുങ്ങളുമായി നീ ജയിലിലോട്ട് ചെല്ല്, നാളെ രാവിലെ നിനക്ക് നിന്റെ ഹസ്ബൻഡിനെ കാണാൻ പറ്റും. അത് കേട്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സഹോദരിയും പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നു. ഇദ്ദേഹം പ്രഭാതമായപ്പോൾ ഈ ലെറ്ററുമായിട്ട് ഓടി വന്ന് ജയിലിൽ കൊണ്ടുപോയി പ്രമാണിയുടെ കയ്യിൽ കൊണ്ടുവന്നു. ലെറ്റർ വായിച്ചു നോക്കിയിട്ട് ആ ജയിൽ പ്രമാണി പറഞ്ഞത് ഇതാണ്: നിങ്ങളൊരല്പം താമസിച്ചു. പ്രഭാതത്തിലായിരുന്നു രാഘവൻ പിള്ളയെ തൂക്കിലേറ്റിയത്. ആ മനുഷ്യൻ അലറിക്കരഞ്ഞു. അതുപോലെ പാറശാലയിൽ നിന്ന് 2 കുഞ്ഞുങ്ങളുമായി തിരുവനന്തപുരം വരെയും എടുത്തുകൊണ്ടുപോയി നിന്ന ആ സഹോദരി അവിടെ നിന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒരല്പസമയം റെസ്റ്റ് ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ ആ ലെറ്റർ കൊടുക്കാൻ താമസിച്ചതുകൊണ്ട് സംഭവിച്ചൊരു ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിനർത്ഥം സമയത്തിന് ഭയങ്കര വിലയാണ്. നമ്മുടെ കയ്യിലും ഒരു ലെറ്ററുണ്ട്, ദൈവത്തിൻ്റെ വചനമാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ തീയിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ സർവശക്തിയുള്ള ദൈവം നമുക്ക് നൽകിയ സമയം. ആരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റുമോ അവരോടെല്ലാം നീ ഓടി നടന്ന് കർത്താവിനെ കുറിച്ച് പറയണം. ആരെയൊക്കെ സഭയിലേക്ക് നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവരെയെല്ലാം നീ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നമുക്കുള്ളവർ മുഴുവൻ ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഞാൻ ഈ പകൽ പറയാനിരിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ചാണ്. ആത്മീയ വരങ്ങളുള്ളവരും ദൈവശക്തി ആർജിച്ചവരുമായി ഞാനും നിങ്ങളും മാറിയാൽ ദൈവത്തിന് നമ്മളെ ശക്തിയോടെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. സർവശക്തിയുള്ള ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പ്രായമൊരു വിഷയമല്ല. കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ പ്രായമൊരു വിഷയമല്ല. 72 വയസ്സുള്ള ദൈവദാസൻ ഇന്നലെ ഇവിടെ തൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് പോയി എന്ന് കേട്ടു. കൃപാവരങ്ങൾ ഉപയോഗിക്കാൻ പ്രായമൊരു വിഷയമല്ല. 80 വയസ്സുള്ള മോശ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
ഒരു കൊട്ട മണ്ണെടുത്ത് തലയിൽ വെക്കണമെങ്കിൽ ആരോഗ്യം ആവശ്യമുണ്ട്. പക്ഷേ ദൈവിക ദാനങ്ങൾ അനുഭവിക്കാൻ അതിന് ആരോഗ്യത്തിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ പറയുന്ന കൃപാവരങ്ങൾ നിങ്ങൾ പാരലൈസ് ആയിട്ട് കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൃപാവരം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കിടപ്പാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മനസ്സുള്ളവരായിരിക്കണം. ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും പരിശുദ്ധാത്മാവിനെയൊക്കെ അധികം റിസീവ് ചെയ്യുന്നവരായിരിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഞാൻ പറഞ്ഞു വരുമ്പോൾ ദയവേ തന്നെ വിളിക്കരുത്. പ്രൈസ് ഗാഡ്. എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ പേര് വിളിക്കാൻ എനിക്കൊരു നാണമില്ല. വെളുപ്പിനെ ഞാൻ വന്നതാ ഇവിടെ, അല്ലേ വാസജി? ഉറങ്ങുകയാണെങ്കിൽ ഞാൻ വേണം ഉറങ്ങാം. അതുകൊണ്ട് ആരും ഇല്ല, ഞാൻ വിളിക്കും, നിങ്ങളെ ഞാൻ വിളിക്കും. നിങ്ങൾ ചുമ്മാ ഞാൻ വിടമാട്ടെ, ഒരാളെ ഞാൻ വിടമാട്ടെ. ഓക്കെ, പ്രസംഗിച്ച് തുടങ്ങാണ്. ദൈവം കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. തമ്മി വർത്താനം പറയരുത്. തമ്മി വർത്താനം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരുത്തും, ഒരാളുടെ പുറകിൽ ഒരാളായിട്ട്. ഇതിനിടയ്ക്ക് ഇതെല്ലാം ഞാൻ ചെയ്യും. പാസ്റ്ററിനോട് പറഞ്ഞ ഫുൾ അതോറിറ്റിയാണെന്നാണ് പറഞ്ഞത്. കേട്ടില്ലേ നിങ്ങൾ? ഓക്കെ, ആമേൻ. കൃപാവരങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി സഭ മാറേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നു. ചുമ്മാ സഭ പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്ന, ആത്മാവിൽ ശക്തി ആർജിച്ചവരായി സഭയ്ക്കു പ്രയോജനമുള്ളവരായി മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനകത്തേക്ക് വന്നാൽ എഞ്ചിനീയർ ഇല്ല, ഇതിനകത്തേക്ക് വന്നാൽ ഡോക്ടർ ഇല്ല, ഇതിനകത്തേക്ക് വന്നാൽ അതൊക്കെ പുറത്ത്. ഈ റൂമിനകത്ത് കയറുന്നതോടുകൂടി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ്. ഇതിനകത്ത് നമ്മൾ സാരി കാണിക്കാൻ വന്നതല്ല, നമ്മുടെ ചുരിദാർ കാണിക്കാൻ വന്നതല്ല. കയ്യങ്ങോട്ട് കൊടുക്കുമ്പോൾ നീ സൈക്കിളിലും ഞാൻ ബെൻസിലുമാണ് വന്നതെന്ന് പറയാൻ വന്നതല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഒക്കൽഹോമയിൽ നിന്ന് ടൊറാൻഡോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാൻ വേണ്ടി വന്നതല്ല. ഇതിനകത്തേക്ക് നാം വന്നത് സകലതും നൽകിയ ദൈവത്തിന് നന്ദി പറയാൻ വന്നതാണ്. ഓരോരുത്തരും ഹോളിനകത്തേക്ക് കയറുമ്പോൾ ദൈവമേ കഴിഞ്ഞ ആഴ്ച നടത്തിയ വിധങ്ങൾക്ക് നന്ദി, 16 ദിവസം ഉപവസിക്കാൻ കൃപ നൽകിയതിന് നന്ദി, എൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതിന് നന്ദി, തലമുറകളുടെ മേൽ വെളിപ്പെട്ട ദൈവകൃപയ്ക്ക് നന്ദി, അഭിഷേകം കൈമാറിയതിന് നന്ദി, ആത്മശക്തി കൈമാറിയതിന് നന്ദി. ഹാ ഗേദ മസിയധി അദാല ഗമനരഗസി അദാനഗ ശംധനാര. സകലതും നൽകിയ സർവശക്തിയുള്ള കർത്താവിനെ സ്തുതിപ്പാൻ അകത്ത് അഭിഷേകം ചോർന്നു പോകാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ കമാൻ ആ കൈയൊന്ന് വീശി അടിച്ചാത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേര്. യാഥാലഗമനദി അർദ്ധജഗൽമന ഹോഗാസി അധി ആരാധനാരഗ ശംധനാര. Thank you, Jesus. ഒൻപത് കൃപാവരങ്ങളെ കുറിച്ചാണ് കർത്താവിൻ്റെ ദാസി നമ്മളെ വായിച്ചു കേൾപ്പിച്ചത്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിവേചനവരം, ഭാഷകൾ, ഭാഷയുടെ വ്യാഖ്യാനം, പ്രവചനം, വിശ്വാസത്തിൻ്റെ വരം, വീര്യപ്രവർത്തികളുടെ വരം, രോഗശാന്തിയുടെ വരം. വരങ്ങളാണ്. ഈ വരങ്ങളെ ഞാൻ 3ആയി തിരിക്കുകയാണ്. 1 അറിയാനുള്ള വരങ്ങൾ, 2 പറയാനുള്ള വരങ്ങൾ, 3 പ്രവർത്തിക്കാനുള്ള വരങ്ങൾ. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിവേചനവരം, ഇത് 3ഉം അറിയാനുള്ള വരങ്ങളാണ്. അറിയാനുള്ള വരങ്ങൾ എന്താണ് പാസ്റ്ററെ അറിയാൻ? നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുകയാണ്. ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും, ECG എടുക്കാൻ പറയും, എക്സ്റേ എടുക്കാൻ പറയും, അതുപോലെ സ്കാൻ ചെയ്യാൻ പറയും. എന്തിനാണിതെല്ലാം? അറിയാനാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് അറിയുക എന്നുള്ളതാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കയറിയ ആദ്യം തന്നെ ചെന്ന് കയറി പനിയാന്ന് പറഞ്ഞ ഉടനെ, പണ്ടാണെങ്കിൽ പാരസെറ്റാമോൾ ഒന്ന് എഴുതിയേനെ, ഇന്ന് പനിയാന്ന് പറഞ്ഞ ഉടനെങ്കിൽ വ്യത്യസ്തങ്ങളായ ടെസ്റ്റിന് അയക്കുകയാണ്. അത് ഡെങ്കുവാണോ, അത് എലിപ്പനിയാണോ, അതിന് വേറെ വല്ലതും ആണോ, ഇത് കൊറോണയാണോ? കണ്ടോ, സംഭവത്തെ തിരിക്കുകയാണ്.
H1 എന്നും അങ്ങതും എല്ലാം വ്യത്യസ്തങ്ങളായ പേരുകൾ വന്ന് വെളിപ്പെട്ടു. അറിയുക, ഫസ്റ്റ് സ്റ്റെപ്പ് അറിയുക എന്നുള്ളതാണ്. എന്തറിയുക? കാര്യങ്ങളെക്കുറിച്ച് അറിയുക. ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവം എവിടെ നിന്നാണ് എന്ന് അറിയാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകുന്ന കൃപാവരമാണ്, ദൈവിക അഭിഷേകമാണ്. തെക്ക് നിന്നാണോ വന്നത്, വടക്ക് നിന്നാണോ വന്നത്, കിഴക്ക് നിന്നാണോ വന്നതെന്ന് അറിയണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഉദാഹരണം നൽകിത്തരാം. റിബേക്ക എന്ന് പറയുന്ന സഹോദരി, അവൾ ഗർഭിണിയായി. ഈ പ്രഗ്നൻ്റായ സഹോദരിയുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. ഇവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അതിനു മുമ്പ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പലരോടും ഇവൾ അന്വേഷിച്ചു. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഉദരത്തിൽ ഇങ്ങനെ ചലിക്കുകയാണ്. കേട്ടവർ പറഞ്ഞു കാണും, അതുമല്ല ഭൂതമായിരിക്കൂടി, ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് കൈകൂപ്പി നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അനുഭവം ഇല്ലാത്തവരോടൊന്നും ചോദിക്കാൻ പോകരുത്. നിനക്ക് ഭൂതാന്നേ പറയത്തുള്ളൂ. കേട്ടിട്ടില്ലേ? ജീവിതത്തിൽ അനുഭവം ഇല്ലാത്തവരോട് നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, അനുഭവം ഇല്ലാത്തവർ പറയുന്നത് നമുക്ക് ഭൂതാന്നാണ്. അനുഭവം ഇല്ലെന്ന് പറയത്തില്ല. അതിനു മുമ്പ് ആർക്കും ഇല്ലാത്തൊരു അനുഭവമായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ വേദപുസ്തകം പറയുന്ന ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കുന്നത് റിബേക്കയാണ്. അവൾ ഈ കുഞ്ഞുങ്ങളെയും ഈ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. എന്നിട്ട് ദൈവത്തോട് അവൾ ചോദിച്ചു, കർത്താവേ, എൻ്റെ ഉദരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് അരുളി ചെയ്തു, ഇന്ന് സ്കാനിങ് ഇല്ലാത്ത കാലം, എക്സ്റേ ഇല്ലാത്ത കാലം. സ്കാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. സ്കാനിങ് ഇല്ലാത്ത കാലം, എക്സ്റേ ഇല്ലാത്ത കാലം. ദൈവം അവളോട് അരുളി ചെയ്തു, നിന്റെ ഉദരത്തിൽ 2 തലമുറയുണ്ട്. അടുത്തത്, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് സർവശക്തിയുള്ള ദൈവം അരുളി ചെയ്യുകയാണ്. അറിയാനുള്ള ഒരു അഭിഷേകം, ചിലത് അറിയുക. ഒരിക്കലൊരപ്പൻ തൻ്റെ മകനുമായി യോഗങ്ങൾ കൂടാൻ തുടങ്ങി. പത്രോസ് നടത്തിയ യോഗത്തിൽ കൂടി, യോഹന്നാൻ നടത്തിയ യോഗത്തിൽ കൂടി, ശിഷ്യന്മാർ പലരും നടത്തിയ യോഗങ്ങളിലെല്ലാം ഈ അപ്പച്ചൻ പോയി സംബന്ധിച്ചു. ഈ കൊച്ചിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വാട്ടർ കോൾ കൊടുക്കുമ്പോൾ ഈ കൊച്ചിനെ പലരെയും തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ഈ കുഞ്ഞിന് ഭൂതോപദ്രവം ഉണ്ട്, അതിൽ നിന്നൊരു വിടുതലുണ്ടാകണം. അത് വെള്ളത്തിൽ വീഴുന്നു, തീയിൽ വീഴുന്നു. ഇതിനൊരു മോചനം ഉണ്ടാകേണ്ടതിന്, പ്രാർത്ഥിപ്പിക്കേണ്ടതിന് ഈ അപ്പച്ചൻ ഈ കൊച്ചിനെയും കൊണ്ടുവന്ന് ഇങ്ങനെ തള്ളി തള്ളി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ദൈവദാസന്മാരുടെ പലരുടെയും മുമ്പിൽ പോയിട്ട് അതിനൊരു വിടുതലുണ്ടായില്ല. അവസാനം യേശു കർത്താവിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടു മാറുക. എന്ന് വെച്ചാൽ ആത്മാവിൽ ഗ്രഹിക്കുകയാണ് ഇവനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ജ്ഞാനത്തിന്റെ വചനം. ഒരു കാര്യത്തെ ഗ്രഹിക്കാൻ ദൈവം നൽകുന്ന അഭിഷേകമാണ് ഇത്. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, പാസ്റ്റർ, എന്തിനാ പാസ്റ്റർ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്? നീ കാര്യങ്ങൾ അറിഞ്ഞാൽ അധികം നീ നെഞ്ചു തിരുമേണ്ട വരികയില്ല. കാര്യങ്ങൾ നടക്കുന്ന സംഭവത്തിന്റെ കൃത്യം റൂട്ട് നിന്നോട് പറഞ്ഞു തരാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മോട് കർത്താവ് പറഞ്ഞിരിക്കും. ഏത് വിഷയത്തിന്റെ നടുവിലാണോ നീ ദൈവസന്നിധിയിലേക്ക്, ചില സമയങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ നമ്മോട് അരുളി ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കും. ഞാനൊരിക്കൽ ഓർക്കുന്നു, 2003 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ചെമ്മനാഗരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് അത് IPCയുടെ ചർച്ചാണ്, ചെമ്മനാഗരി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ വൈക്കം, അതിനടുത്തൊരു ചർച്ചിലായിരുന്നു ദൈവിക ശുശ്രൂഷ ചെയ്തത്. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്
മധു എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുമായിരുന്നു. അപ്പോൾ തന്നെ മധുവിന് 4 സഹോദരിമാരും അമ്മയുമുണ്ട്. ഈ വീട്ടിലുള്ളവർ അവരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഭൂതമിളകുകയാണെങ്കിൽ ഒന്നിച്ചിളകും. ഈ 6 പേരും ഒന്നിച്ച് ഭൂതമിളകും. ശുശ്രൂഷയുടെ ആരംഭ സമയം ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, ഇവർക്ക് വേണ്ടി ആത്മാവിൽ സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ശുശ്രൂഷയുള്ള ഒരുപാട് ദൈവദാസന്മാരെ സഭയിൽ വിളിച്ചു വരുത്തി സഭയിൽ പ്രാർത്ഥനകൾ നടത്തി. അങ്ങനെ ഒരു ബൈബിൾ കോളേജിൽ നിന്ന് ചില ദൈവദാസന്മാർ, അവിടെ അധ്യാപകർ, അതുപോലെ തന്നെ ഒരു ഫോറിൻ ലേഡി, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ചില സഹോദരന്മാർ, വിദ്യാർത്ഥികളായിരിക്കുന്ന ചില സഹോദരന്മാർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഒരു ദൈവദാസൻ ആ കോളേജിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാസ്റ്റർ ആ കോളേജിൻ്റെ അധ്യാപകനായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഈ പ്രദേശവും കാണാൻ നല്ല രസമാണ്. വള്ളത്തിലൊക്കെയാണ് അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കതൊരു രസമാകട്ടെ എന്നും കൂടെ വിചാരിച്ചാണ് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നത്. പ്രാർത്ഥന ആരംഭിച്ചു. ഇളകാൻ തുടങ്ങിയപ്പോൾ 6 പേര് ഒന്നിച്ചിളകുകയാണ്. യോഗത്തിനിടയ്ക്കിപ്പോൾ 5 സഹോദരിമാർ ഒന്നിച്ച് മുടി അഴിച്ചിട്ട് ഇതിനകത്ത് ആടിയ എങ്ങനെ ഇരിക്കും? മുടിയെടുത്ത് ആടുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ 5 പേരൊന്നിച്ച് മുടിയാട്ടും. അവർ റൗണ്ടായിട്ട് വരും. എവിടെ ഇരുന്നാലും അവർ റൗണ്ടായിട്ട് വരും. ആ സമയം ഓർത്തോണം മധുവും ഇളകി നിൽക്കുകയാണ്. ഇതിനു വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം പിശാച്, അന്ന് ഉച്ചയോടുകൂടി യോഗം പ്രാർത്ഥിച്ച് ഒരു 2 മണി 3 മണി വരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലുണ്ടായില്ല. ഈ ദൈവദാസന്മാർ ഒരു ആഹ്വാനം ചെയ്തു, നിങ്ങൾ വെളിപ്പാടെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു വെളിപ്പാട് കിട്ടിയാൽ, കാര്യം മനസ്സിലാക്കിയാൽ നമുക്കതിനകത്ത് നിന്ന് ജയിക്കാൻ പറ്റും. ഞാൻ ഉപവാസമാണ്, ദൈവമേ ഒരു വിടുതലുണ്ടാകണം. ദൈവസഭ ഉപവാസമാണ്. ഞങ്ങളെല്ലാം കമന്ന് കെട്ടിക്കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. കണ്ട കാഴ്ച ഇങ്ങനെയാണ്. മധു ഒരു കർച്ചീഫ് എടുത്ത് അവൻ തലയിലേക്ക് വെച്ച് അറബി ചൊല്ലുന്നൊരു കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ഈ അധ്യാപകരോട് പറഞ്ഞു, ദൈവദാസന്മാരെ, ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഇവൻ അറബി ചൊല്ലി ഇങ്ങനെ അഴിയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇന്നാണെങ്കിൽ ഞാൻ പറയുകയില്ല, കണ്ടാലും ചിലപ്പോൾ ഞാൻ പറയുകയില്ല. മനുഷ്യനെ മനസ്സിലാക്കിയിട്ട് വേണ്ടേ നമ്മൾ. വിവേചനവും കൂടെ എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുണ്ടല്ലോ, അല്ലേ? ഞാനന്ന് പറഞ്ഞു പോയി. എൻ്റെ ആ ഒരു പൊട്ടബുദ്ധിക്ക് ഞാൻ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ അവരതിനെ വെട്ടി. അങ്ങനെയൊന്നും നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ആ വേദിയിൽ വെച്ച് തന്നെ വെട്ടി. വൈകുന്നേരം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന പുള്ളി ഈ വിഷയത്തോട് ബന്ധപ്പെട്ടല്ല പ്രസംഗിച്ചത്. വേദപുസ്തകത്തിൽ എവിടെയാടാ അറബി പറഞ്ഞ് അഴിച്ച കഥയുള്ളത് എന്നും പറഞ്ഞ് സ്കഡ് മുഴുവൻ എൻ്റെ തലയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് വേദനയായി. ഞാൻ ഈ മുറിക്കകത്തുനിന്ന് ഇറങ്ങി, പ്രാർത്ഥനാ മുറിക്കകത്തുനിന്ന് ഇറങ്ങി പുറത്തു പോയി നിന്ന് കുറച്ച് നേരം കരഞ്ഞ്, എന്നിട്ട് ഞാൻ വീണ്ടും കയറി വന്നു. ദൈവമേ, ഞാൻ ചെയ്തതൊരു തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. അന്ന് രാത്രി ഏകദേശം ഒരു 12:30 1 മണി വരെയും പ്രാർത്ഥിച്ചു. അവരിൽ നിന്ന് ഈ കെട്ടഴിഞ്ഞ് മാറിയില്ല. പിറ്റേ ദിവസം മറ്റൊരു ദൈവദാസൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഇത്രയും പേര് ഒന്നിച്ചു വന്ന് ഇവർ ഈ പ്രാർത്ഥന നടത്തിയിട്ട് അതിലൊരു വിടുതലുണ്ടായില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് രാവിലെ 7 മണിക്ക് ഒരു പ്രാർത്ഥന അവർ വെച്ചു. വെളുപ്പിന് 7 ആകുമ്പോൾ എല്ലാവരും വരണം, ഈ വിഷയത്തിന് വേണ്ടി നമുക്കൊന്നും കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ആത്മാർത്ഥത കാണിച്ച് ഇവരെല്ലാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്കറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, മധുവിൻ്റെ കയ്യിൽ ഒരു കർച്ചീഫ് കിട്ടി. ശരിക്കും 100% ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിദ്യാഭ്യാസം ഈ കർച്ചീഫ് എടുത്ത് താൻ തലയിലേക്ക് വെച്ചു. എന്നിട്ട് പതുക്കെ അറബി ചൊല്ലാൻ തുടങ്ങി. ഞാൻ ശരിക്കും പറയാം, ഇതുപോലെ ഞാൻ സന്തോഷിച്ചൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ. തലേ ദിവസം മുഴുവൻ ഇതും പറഞ്ഞ് നമ്മളെ കരയിപ്പിച്ചിട്ട് എൻ്റെ മാനുഷികമായ നിലയിൽ എനിക്കങ്ങ് കലിപ്പായി ഉള്ള കാര്യം പറയാമല്ലോ. നമുക്ക് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ അകത്തും ഉണ്ടാകും. എനിക്ക് സന്തോഷമായി. വ്യത്യസ്തങ്ങളായ നിലയിലാണ് ഓരോരുത്തരുടെ മേൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുന്നതും ഓരോ കുടുംബത്തിൽ ഓരോ വിഷയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും. ഇതിനകത്തൊക്കെ ജയിക്കാൻ, ഇതൊക്കെ കാര്യം സ്പോട്ട് മനസ്സിലാക്കാൻ, വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ
ദൈവം നൽകുന്ന അഭിഷേകമാണ് ജ്ഞാനത്തിൻ്റെ വചനം. ഞാൻ ആത്മാവിൽ പറയുന്നു, സകല മനുഷ്യർക്ക് വേണം. ഒരു സംഭവം ഉണ്ടായാൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇതിൻ്റെ റൂട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സർവശക്തിയുള്ള ദൈവം നിനക്ക് അഭിഷേകം നൽകിയിരിക്കും. അതിൻ്റെ വേരോടെ പറിക്കാനുള്ള ദൈവകൃപയാണ് സർവശക്തിയുള്ള തമ്പുരാൻ നമുക്ക് നൽകുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അവർ കൃപാവരമുള്ളവരായി ചിലർ മാറാൻ പോകുകയാണ്. അകത്ത് ദാഹമുള്ള ചിലരെ സർവശക്തിയുള്ള തമ്പുരാൻ തൊടാൻ പോകുകയാണ്. ഉറപ്പിക്കാൻ കഴിയുമോ? ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിയുമോ? കമാൻ, ആത്മാവിലൊന്ന് സ്വീകരിച്ചേര്. കരമടിക്കുന്നെങ്കിൽ അഭിഷേകത്തോടെ കരമടിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ അഭിഷേകത്തോടെ സ്തുതിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ മനസ്സ് വെക്കണം. ങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് അഭിഷേകത്തോടെ ജയിക്കാൻ ദൈവകൃപയുടെ അധികാരത്തെ ആത്മാവ് നിലക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ആത്മാവിനോട് പ്രതികരിക്കുന്നവരാകണം കേട്ടോ എല്ലാവരും. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കയറിയാൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു കാര്യങ്ങളും നിങ്ങൾ കൊണ്ടുവരേണ്ടതിനകത്ത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. കൈയടിക്കുക എന്നുള്ളത് സകല ഭൂവാസികളുമായുള്ളവരെ കൈകൊട്ടുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചേക്കണം. ആരോഗ്യമുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചേക്കണം. ഇങ്ങനെ ആത്മാവിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ നിങ്ങളുടെ മേൽ ദൈവാത്മാവ് അതത് വരം ചിലർക്ക് പകുത്ത് നൽകും. നിങ്ങളുടെ മനോനിലയ്ക്കനുസരിച്ച് സർവശക്തിയുള്ള തമ്പുരാൻ നിങ്ങളെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട് ദൈവമക്കളെ. സഭയുടെ വർധനവിന് വേണ്ടി സഫലന്മാരാകുവാനാണ് ദൈവം നമ്മുടെ മേൽ അഭിഷേകം കൈമാറുന്നത്. രണ്ടാമത്തെ കൃപാവരത്തെക്കുറിച്ച് അറിയാനുള്ള കൃപാവരത്തിൽ പറയുന്നത് പരിജ്ഞാനത്തിൻ്റെ വചനം എന്നുള്ളതാണ്. പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ മേളിത്തെ ബട്ടൺസ് ഒക്കെ ഇട്ട് സ്റ്റഡിയായിട്ട് വന്നിരുന്ന് പ്രസംഗിച്ച് പോകുന്നതിനെക്കുറിച്ചല്ല. ഒരു സംഭവം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകമാണ്. ഒരു സംഭവം ഉണ്ടായി, അത് കൈകാര്യം ചെയ്യുക. കൈകാര്യം ചെയ്യുന്നതിലാണ് പലരും പ്രശ്നം ഉണ്ടാകുന്നത്. കൈകാര്യം ചെയ്തു വരുമ്പോൾ ആകെ പ്രശ്നമായി മാറി. ചിലരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, കൈകാര്യം ചെയ്തു വരുമ്പോൾ പ്രശ്നമായി. അത് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു നൽകിത്തരാം. 127 സംസാരങ്ങളിൽ ചെതറിക്കിടക്കുന്ന യഹൂദനെതിരെ ഹാമാൻ എഴുന്നേറ്റു. രാജാവിൽ നിന്ന്, അഹശ്വേരോശിൽ നിന്ന് താൻ ഒപ്പിട്ട് പത്രം വാങ്ങിച്ചു, ഇത്രയും ജനത്തെ നശിപ്പിച്ച് കളയണം. പക്ഷേ എസ്തേറും മൊർദെഖായും യഹൂദന്മാരും 3 ദിവസം ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. ആത്മാവിൽ ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പം എസ്തേർ ഒരു കാഴ്ച കണ്ടു. അവൾ കണ്ട കാഴ്ച ഇതാണ്: അവളുടെ ഫ്രണ്ടിലേക്കൊരു വീഞ്ഞു വിരുന്നിറങ്ങി വരികയാണ്. ഉപവാസത്തിനിടയിലേക്ക് നമ്മുടെ മുമ്പിൽ നല്ല ഒരു ഭക്ഷണത്തിൻ്റെ ഇത് നമ്മൾ കണ്ടാൽ നമ്മളതിനെ ശാസിക്കത്തേ ഉള്ളൂ. പക്ഷെ ഈ ഭക്ഷണത്തിൻ്റെ ടേബിൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ, ഈ വീഞ്ഞ് ടേബിൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവക്ക് മനസ്സിലായി, ഇത് കൈകാര്യം ചെയ്യാൻ ദൈവം എനിക്കൊരു അഭിഷേകം കൈമാറുന്നതാണ്. യോഗം കഴിഞ്ഞപ്പോൾ ഇവൾ പതുക്കെ ശാന്തമായിട്ട് കരക്കരിഞ്ഞ് ശാന്തമായി വീഞ്ഞിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെച്ചു. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എല്ലാം നന്നായി ക്രമീകരിച്ച് അതിനകത്തുനിന്ന് ജയിക്കുകയാണ്. എങ്ങനെയാണ് ജയിച്ചത്? 2 വിരുന്നുകൊണ്ടാണ് ജയിച്ചത്. 127 സംസ്ഥാനങ്ങളിൽ ചെതറിക്കിടക്കുന്ന യഹൂദനെ മുഴുവൻ മുടിച്ചു കളയേണ്ടതിന് വെളിപ്പെട്ട ഒരു വലിയ വിഷയം കൂളായി 2 വിരുന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ എങ്ങനെ ഈ വിഷയം നേരിടും, എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കും, എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ആലോചനയ്ക്ക് തമ്പുരാൻ കൊടുത്ത റൂട്ടാണത്. ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്.
നീ അകപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ പുറത്തു വരാനുള്ള വഴി നിന്നെ കാണിച്ചു തരുന്നതാണ് ഈ അഭിഷേകം. കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്, തലമുറയുടെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം, വീട്ടിലെ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, സഭയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ആത്മാവ് കൈകാര്യം ചെയ്യാൻ നൽകുന്ന ദൈവിക ജ്ഞാനമാണ്. ഞാനിത് പറയുമ്പോൾ ചിലരുടെ മേൽ ദൈവം തന്റെ അഭിഷേകം കൈമാറുകയാണ്. പ്രതിസന്ധിയുടെ നടുവിൽ ഊരിപ്പോകാനുള്ള വഴി കാണിച്ചു തരാൻ അവന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കാൻ പോകുകയാണ്. എല്ലാവരും സ്വീകരിക്കണം കേട്ടോ, ഒരാൾ പോലും അടങ്ങിയിരിക്കരുത്. നിന്നെ ദൈവാത്മാവ് കൃത്യമായ ഐഡിയ നൽകി അവൻ നിന്നെ വഴി നടത്തും. കൃത്യമായ ആലോചന പറഞ്ഞ് ദൈവം നിന്നെ വഴി നടത്തും. ഓരോന്നും കൈകാര്യം ചെയ്യണമെന്ന് ഇന്നലകളിൽ പല പാളിച്ചകൾ ജീവിതത്തിൽ വന്ന നിന്നോട് പരിശുദ്ധാത്മാവ് നന്നായി ഇടപെടാൻ പോകുകയാണ്. ഒരു ടീച്ചർ പറയുന്നത് പോലെ, ഒരു വ്യക്തി അടുത്തു നിന്ന് പറയുന്നത് പോലെ നിന്നോട് ദൈവാത്മാവ് ഉപദേശിച്ച് വഴി നടത്താൻ പോകുകയാണ്. ദൃഷ്ടി വെച്ച് ആലോചന പറയുന്നവന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. തൊടുക, ദൈവശക്തി തൊടുക. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിന്റെ മേലൊരു വിശേഷപ്പെട്ട അഭിഷേകം. ഇന്നലകളിൽ പല പദ്ധതികൾ ചെയ്ത് പൊളിഞ്ഞു പോയവരായിരിക്കും നിങ്ങൾ. പക്ഷേ കൃത്യമായി ഗൈഡൻസ് നൽകി നിങ്ങളെ വഴി നടത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുകയാണ്. 2025 പരാജയങ്ങളുടെ വർഷമല്ല, ആത്മശക്തി കൊണ്ട് ജയിക്കുന്ന വർഷമാണ്. നീ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, നീ എന്ത് ചെയ്യണം, നീ എങ്ങനെ ചലിക്കണം, നീ എങ്ങനെ പ്രവർത്തിക്കണം, വ്യക്തിപരമായി ദൈവം നിന്നോട് ആലോചന പറയും. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വഴി നടത്താൻ കരുത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ മഹത്വത്തെ ആർജിച്ച് നടക്കുന്നവന്റെ മുമ്പിൽ വഴിതെറ്റുകയല്ല. ഇതൊരു അഭിഷേകമാണ്. എല്ലാവർക്കും വേണ്ട അഭിഷേകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അതാ പറഞ്ഞത്, CSI ചർച്ചല്ല, ഇത് ബ്രദറൻകാരല്ല, ആത്മാവ് ഗൈഡ് ചെയ്യുന്ന സഭയാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ആത്മാവാണ് നിങ്ങളെ വഴി നടത്തുന്നത്. കൈകാര്യം ചെയ്യാനുള്ള അഭിഷേകമാണ്. മൂന്നാമത് അറിയാനുള്ള വരങ്ങളിൽപ്പെട്ടതാണ് വിവേചനവരം. യേശു കർത്താവിൻ്റെ അരികിൽ കർത്തൃമേശ എടുക്കാൻ നിന്നയാളാണ് യൂദ. കർത്തൃമേശ കഴിഞ്ഞപ്പോൾ സ്നേഹചുംബനം കൊടുത്തു. സന്തോഷം. കർത്താവ് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. അതേ രാത്രിയിൽ തന്നെ ഒറ്റുചുംബനവുമായിട്ട് രംഗത്ത് വന്നപ്പം കൃത്യമായി കർത്താവ് പറഞ്ഞു, ഇത് സ്നേഹചുംബനമല്ലല്ലോ, അല്പം നിമിഷം മുമ്പ് എനിക്ക് തന്ന ചുംബനമല്ലല്ലോ, ഇത് ഒറ്റുചുംബനമല്ലേ? സ്നേഹചുംബനമാണോ ഒറ്റുചുംബനമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അഭിഷേകം. ഇമോഷനുകൾ കൊണ്ട് നിന്നെ തൊടാൻ പറ്റുകയില്ല. ചിലർ കരഞ്ഞു കാണിച്ച് നാടകം കളിച്ച് കൈപ്പറ്റി പോകുന്ന ചിലരുണ്ട്. കേൾക്കുന്നുണ്ടോ? കരഞ്ഞ് നിന്നെ വഞ്ചിക്കാൻ പറ്റുകയില്ല, സ്നേഹിച്ച് നിന്നെ വഞ്ചിക്കാൻ പറ്റുകയില്ല. നിന്റെ മുമ്പിൽ കാണിക്കുന്ന കപടത്തെ കൃത്യമായി റീഡ് ചെയ്യാൻ ദൈവം നിന്റെ മേൽ കൈമാറുന്ന അഭിഷേകമാണ് വിവേചനവരം. ആവശ്യമുണ്ടോ ഇല്ലയോ? ഈ കപടം നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ഈ അഭിഷേകം ആവശ്യമുണ്ട്. ഈ ദൈവദാസൻ, നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഈ ദൈവദാസൻ ഇവിടെ വന്ന് നിന്ന് വേഷം കെട്ടിയാൽ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി എടുക്കാൻ ദൈവം നൽകുന്ന അഭിഷേകമാണ്. സഭയിൽ പ്രവചിച്ചാൽ, സഭയിൽ ദൂത് പറഞ്ഞാൽ, സഭയിൽ എന്ത് ചെയ്താലും ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അങ്ങനെയാണോ എന്ന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിഷേകമാണ് വിവേചനവരം. ഈ അഭിഷേകമുള്ള നിന്നെ വഞ്ചിക്കാൻ പറ്റുകയില്ല. ഒരിക്കൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു പിതാവ് എൻ്റെ വെളുപ്പിന് രാവിലെ വീട്ടിൽ വന്ന് പറഞ്ഞു, പാസ്റ്റർ,
പാസ്റ്റർ വിളിക്കുക, ഡോറിൽ തട്ടി വിളിച്ചു. ഞാൻ ഇറങ്ങിച്ചെന്നു. പാസ്റ്റേ, ഒരു തുള്ളി വെള്ളം ഇവിടെ നിന്ന് താഴേക്ക് ഇറക്കാൻ പറ്റിയില്ല. ഞാൻ ആകെ വിഷമത്തിലാണ്. പ്രായമുള്ള പിതാവാണ്. എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പച്ചൻ ഇങ്ങനെ വന്ന് അഭിനയിച്ചതൊക്കെ പറയുമ്പം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതൊരാവശ്യമല്ല, ഇതൊരാഗ്രഹമാണ്. ഇത് ഈ പ്രായമുള്ള മനുഷ്യൻ്റെ ഒരു ആവശ്യമല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ അപ്പച്ചൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കേണ്ടതിന് ഞാൻ ഒരുങ്ങി പാസ്റ്റർ. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ അവിടെ ഇരി, ഞാനൊന്ന് ഒരുങ്ങട്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരുങ്ങി ഡ്രസ്സെല്ലാം മാറി അപ്പച്ചൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അപ്പച്ചനെ കണ്ട ഉടനെ അവർ ചിരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല. നേഴ്സ് ചിരിക്കുന്നു, ഡോക്ടർ ചിരിക്കുന്നു. അപ്പച്ചനെ കാണുമ്പോൾ തന്നെ അവരുടെ മുഖത്തൊരു ചിരി വരികയാണ്. എനിക്കൊന്നും പിടികിട്ടിയില്ല. അപ്പച്ചൻ തന്നെ പറയുകയാണ്, എനിക്ക് ECG എടുക്കണം. 50 രൂപ കൊടുത്ത് ECG എടുപ്പിക്കുകയാണ്. ഈ നാടകം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഈ ഡോക്ടർക്ക് അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ആഗ്രഹമായിരുന്നു. ഈ നാടകം കുറച്ച് നാളായി തുടങ്ങിയിട്ട്. ഡോക്ടർമാർക്കും ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അപ്പച്ചനെ അറിയാം. എനിക്ക് മാത്രമേ അറിയാൻ പാടില്ലാത്ത ഉണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചൻ വന്ന ഉടനെ എനിക്ക് മനസ്സിലായി ഇതൊരു ആഗ്രഹമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഡോക്ടർ എഴുതി കൊടുത്തു. ഡോക്ടറെ, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് കയറി ചോദിക്കുക. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്നോട് പറഞ്ഞു, ഇടയ്ക്ക് വെച്ച് പെട്രോൾ അടിക്കാൻ വേണ്ടിയുള്ള പൈസ തന്നു. പെട്രോൾ അടിക്കാൻ പറഞ്ഞു. ഞാൻ സന്തോഷം, പെട്രോൾ അടിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് തലപ്പറമ്പ് ജംഗ്ഷനിൽ വന്ന് പറഞ്ഞു, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്നോട് എന്നാ വേണമെന്ന് വെച്ചാൽ രാവിലെയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പം വേണം, മുട്ട വേണം, ചായ വേണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മനുഷ്യനും കൂടെ പറയുവാണ്, വെള്ളം ഇറങ്ങാത്ത ആളാ. വെള്ളം ഇറങ്ങാത്ത ആൾ ഇതുപോലെ തന്നെ 3 അപ്പം മുട്ടയൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്രണ്ടിരിക്കും. അപ്പം ഞാൻ മനസ്സുകൊണ്ടൊന്ന് ചിരിച്ചു. വെള്ളം ഇറങ്ങാത്ത ആളെക്കുറിച്ച് രാവിലത്തെ ആ ഒരു അഭിനയവും പരിപാടികളും. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അഭിനയമായിരുന്നെന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അകത്ത് മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചാൽ അത് ദൈവം നമ്മളെ ഓർപ്പിക്കും. ഇവനീ കാണിക്കുന്ന നാടകത്തിൽ നീ വീണു പോകേണ്ട ആളല്ല. അവൻ്റെ കരച്ചിലിന് മുമ്പിൽ വീണു പോകേണ്ട ആളല്ല. അവൻ കാണിക്കുന്ന ഒരു നാടകത്തിന് മുമ്പിൽ വീണു പോകേണ്ട ആളല്ല. അവളാകട്ടെ, അവനാകട്ടെ, നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന സ്നേഹമാകട്ടെ, ഏത് ഇമോഷനുകളാകട്ടെ, അതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടെങ്കിൽ, അതിന് പിന്നിലൊരു വഞ്ചനയുണ്ടെങ്കിൽ കൃത്യമായി റീഡ് ചെയ്യാൻ ഒരു അഭിഷേകം ദൈവം നിനക്ക് നൽകിയിരിക്കും. ദൈവകൃപയോടെ ജീവിക്കുന്ന നിന്നെ അങ്ങനൊന്നും പൂട്ടിക്കെട്ടാൻ പറ്റുകയില്ല. ആരാണ് തകർന്നു പോകുന്നത്? ആത്മാവിൽ ജീവിക്കാത്തവനാണ്. ആത്മാവിൽ ജീവിക്കാത്തവർ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് അയ്യോ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയേ, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുറകോട്ട് മാറുന്നത് അവിടെയാണ്. കണ്ടോ, വിവേചന വരത്തോടുകൂടി ഓരോരുത്തരും വിവേചിച്ച് ഓരോ സ്റ്റെപ്പുകളും ആത്മാവിൽ ജീവിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ ദൈവകൃപയുള്ളവരായിരിക്കും. ഈ ദൈവകൃപ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്. ഇന്നലകളിൽ നിങ്ങളെ ചതിച്ചതുപോലെ, ഇന്നലകളിൽ നിങ്ങളെ ഒറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഒറ്റിക്കൊടുക്കാൻ അനുവദിക്കാതെ ആത്മാവിൽ നിങ്ങളെ സംരക്ഷിക്കുന്നവൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. ഞാൻ ഉറപ്പിക്കുക ദൈവമക്കളെ, ഇതിനകത്തേക്ക് അവൻ ആ അഭിഷേകം കൈമാറുകയാണ്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇരിക്കുന്ന സകലർക്കും ആവശ്യമുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നാടകം കളിച്ച് വരുന്ന നിന്നെ, ആദിവര പടുതകമന നാടകം കളിച്ച് വന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ദുരന്തവും നിന്റെ വീടിനോടോ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനോടോ, നിന്റെ കുടുംബജീവിതത്തിനോടോ ഒന്നും അടുക്കാതെ ആത്മാവിൽ സംരക്ഷിക്കാൻ കഴിയുന്നവന്റെ മഹത്വം നിന്നെ തൊടാൻ പോകുകയാണ്. സ്വീകരിച്ചു, ആത്മാവിൽ സ്വീകരിച്ചു കൊള്ളുക. ഓരോരുത്തരുടെ മേൽ വ്യത്യസ്തമായ കൃപ, ഓരോരുത്തരുടെ മേൽ വ്യത്യസ്തമായ അഭിഷേകം ദൈവം കൈമാറുകയാണ്. ഓരോരുത്തരുടെ മേൽ വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ ദൈവം കൈമാറുകയാണ്. നിന്റെ മേൽ ഏത് കൃപാവരമാണ് വ്യാപരിക്കുന്നത്? ആദി അർദ്ധര ജാലകമനരഗജനാര. ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ.
നീ ചതിക്കപ്പെടേണ്ട വ്യക്തിയല്ല, നീ വഞ്ചിക്കപ്പെടേണ്ട വ്യക്തിയല്ല, ഏതെങ്കിലുമൊക്കെ മനുഷ്യന്റെ കെണി വീഴേണ്ട വ്യക്തിയല്ല. നീ നിനക്കെതിരെ ഒരുക്കുന്ന സകല കുരുക്കുകളെയും ആത്മാവിൽ കണ്ടുപിടിക്കാൻ ഏതാ മനാരകസ്യാരാധനാര, എന്റെ ദൈവം നിനക്ക് അഭിഷേകം കൈമാറുകയാണ്.